നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 9 തിങ്കളാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം 2025 റെക്കോർഡ് നേട്ടങ്ങൾ സ്വന്തമാക്കി. ബഹ്റൈൻ എയർപോർട്ട് കമ്പനി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 97.4 ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം വിമാനത്താവളം വഴി കടന്നുപോയത്. ചരക്ക് നീക്കത്തിലും 3.2% വർധനവ് രേഖപ്പെടുത്തി. ലണ്ടൻ, ഗാറ്റ്വിക്, ന്യൂയോർക്ക് ഉൾപ്പെടെ പുതിയ റൂട്ടുകൾ ആരംഭിച്ചതാണ് ഈ കുതിപ്പിന് കാരണമായതെന്ന് BAC ആക്ടിംഗ് CEO അഹമ്മദ് ജനാഹി വ്യക്തമാക്കി. ബഹ്റിനിൽ 2.4 ലക്ഷം ദീനാറിലധികം മൂല്യവർദ്ധിത നികുതി വെട്ടിപ്പ് നടത്തിയ ഭക്ഷ്യവിൽപ്പന സ്ഥാപന ഉടമയുടെ കേസിൽ ഹൈക്രിമിനൽ കോടതി മാർച്ച് 17 വിധി പ്രസ്താവിക്കും. തെറ്റായ കണക്കുകൾ സമർപ്പിക്കുകയും ബോധപൂർവം നികുതി മറച്ചുവയ്ക്കുകയും ചെയ്ത അറബ് വംശജനായ ബിസിനസ്സുകാരനാണ് നിയമ നടപടി നേരിടുന്നത്. ഇന്ത്യ ബഹ്റിൻ നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്ഥാനപതി HE വിനോദ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്ത മേളയിൽ മഞ്ഞുമ്മൽ ബോയ്സ്, ദ ഡിപ്ലോമാറ്റ് എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. 2 തിയേറ്ററുകളിലായി നടന്ന പ്രദർശനങ്ങളിലും പ്രവാസി സമൂഹവും ബഹ്റിൻ സ്വദേശികളുമടക്കം 300ഓളം അതിഥികൾ പങ്കെടുത്തു. ഡോക്ടർ അലി ഹസൻ ഫുലാജ്, യൂസഫ് സലാഹുദ്ദീൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സയൻസ് ഇന്റർനാഷണൽ ഫോറം സംഘടിപ്പിച്ച ശാസ്ത്രപ്രതിഭാ പരീക്ഷയിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുംബൈ ICT വൈസ് ചാൻസലർ പ്രൊഫസർ അനിരുദ്ധ B പണ്ഡിറ്റ് 80 വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 12 ശാസ്ത്രപ്രതിഭകൾക്ക് ISRO, DRDO തുടങ്ങിയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കുമെന്ന് SIF പ്രസിഡന്റ് അനിലാൽ KS, ജനറൽ സെക്രട്ടറി പ്രശാന്ത് ധർമ്മരാജ് എന്നിവർ അറിയിച്ചു. ബഹ്റൈനിലെ 7 സ്കൂളുകളിൽ നിന്നായി 3500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ 80 പേരെയാണ് ആദരിച്ചത്. ബഹ്റിനിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ സാഖിറിൽ അനോജ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന് പ്രശാന്ത് പ്രബുദ്ധൻ, ഫൈസൽ പത്തനാപുരം എന്നിവർ നേതൃത്വം നൽകി. രാത്രി 8 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 3 മണി വരെ നീണ്ടുനിന്ന ക്യാമ്പ് വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. സൃഷ്ടി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടന്ന കലാപരിപാടികളും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുക്കിയ മത്സരങ്ങളും ക്യാമ്പിന് ആവേശം പകർന്നു. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി E അഹമ്മദിന്റെ അനുസ്മരണ സംഗമം KMCC ബഹ്റിൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര എന്നിവർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചു. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് അദിലിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് തന്നട സ്വാഗതം പറഞ്ഞു. IYCC ബഹ്റൈൻ റിഫ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിഫ അൽ ഹിലാൽ ആശുപത്രിയിൽ വെച്ച് നടന്ന ക്യാമ്പ് IYCC ദേശീയ പ്രസിഡന്റ് റിച്ചി കളത്തൂരത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. പ്രവാസി വെൽഫെയറിന്റെ ആരോഗ്യ സേവന വിഭാഗമായ മെഡിക്കെയർ മീറ്റ് യുവർ ഡോക്ടർ കൺസൾട്ടേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആശ്വാസമായി സിഞ്ചിലെ പ്രവാസി സെന്ററിൽ നടന്ന ഈ സൗജന്യ ഹെൽത്ത് ഇനീഷ്യേറ്റീവിൽ നിരവധി പ്രവാസികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഡോക്ടർ അനൂപ് അബ്ദുല്ല, ഡോക്ടർ ജയ്സ് ജോയ്, ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഡോക്ടർ ജാസ്മിൻ മൊയ്തു, ഡോക്ടർ ഷഹീർ ഇബ്രാഹിം, ഡോക്ടർ നിത ഫെലിക്സ്, ഡോക്ടർ ഫമിൽ എരഞ്ഞിക്കൽ എന്നിവർ രോഗികളെ പരിശോധിച്ച് ആവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങളും മരുന്നുകളും നൽകി. ആരോഗ്യ ബോധവൽക്കരണവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. കോട്ടയം കൊച്ചി ഭദ്രാസന വികാരി ജനറലായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ബഹ്റിനിൽ എത്തിച്ചേർന്ന റവറൻഡ് ഡോക്ടർ സാംസൺ M ജേക്കബിന് സ്വീകരണം നൽകി. ബഹ്റിൻ മാർത്തോമ ഇടവക മിഷനും ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ ഇടവക മിഷനും സംയുക്തമായാണ് സ്വീകരണ യോഗം സംഘടിപ്പിച്ചത്. മാർത്തോമ ഇടവക മിഷൻ ബഹ്റിൻ സെന്റർ പ്രസിഡന്റും KCC പ്രസിഡന്റുമായ റവറൻ അനീഷ് സാമുവേൽ ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബഹ്റിൻ മാർത്തോമ ഇടവക വികാരി റവറൻ ബിജു ജോൺ ആശംസകൾ അർപ്പിച്ചു. റവറൻ സാമുവേൽ വർഗീസ്, ബെൻസി KC, മാത്യു വർഗീസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ബഹ്റിൻ ഇന്ത്യൻ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഓറിയ 2026 എന്ന പേരിൽ ഇസാ ടൗൺ ക്യാമ്പസിൽ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VR പളനിസ്വാമി, വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, റെജി വർഗീസ്, പാർവതി ദേവദാസ് എന്നിവർ പങ്കെടുത്തു. ഹെഡ് ബോയ് ജോയൽ ജോർജ് ജോഗി, ഹെഡ് ഗേൾ മീനാക്ഷി മധു ദീപ്തി എന്നിവർ കേക്ക് മുറിച്ചു.
11ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വെസ്റ്റേൺ ബാൻഡ്, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും പുരസ്കാര വിതരണവും ചടങ്ങിനെ മാറ്റുകൂട്ടി. ബഹ്റിൻ ന്യൂ ഇന്ത്യൻ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ലൂമിന എന്ന പേരിൽ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈഗ, ഷിജോയ്, പുൽകിത് സിംഗ്ല എന്നിവർ യഥാക്രമം പ്രിൻസസ്, പ്രിൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ മേനോൻ, ചെയർമാൻ ഡോക്ടർ ജാൻ MT തോട്ടുമലിൽ, ഡയറക്ടർ ജോബി അഗസ്റ്റിൻ, വൈസ് പ്രിൻസിപ്പൽ P മോഹൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. 11ാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. ബഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ സംഘടിപ്പിച്ച 5ാമത് ഫെഡറേഷൻ കപ്പ് നാടൻ പന്തുകളിയിൽ പുതുപ്പള്ളി ടീമിനെ പരാജയപ്പെടുത്തി മണർക്കാട് കിരീടം നേടി. ബിനു ഫൈനലിലെ മികച്ച കളിക്കാരനായി. റെജി കുരുവിള, സ്ലീബ പോൾ വട്ടവേലിൽ, കോറപ്പിസ്കോപ്പ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.